ഇന്ന് നമ്മളിതാ വീണ്ടും ഒരു അടിപൊളി ചെടിച്ചട്ടിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതേപോലെ ടൈല് കൊണ്ട് നമുക്ക് ഒരു ചെടിച്ചട്ടി, ഇതാ ടൈല് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് രീതിയിലും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ വേസ്റ്റ് ടൈലുകളൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്താണ്, പല വീതിയിലുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. 10 സെൻറ്റിമീറ്ററിൽ കുറവായിരിക്കണം. 10 സെൻറ്റിമീറ്റർ വരെ നമുക്ക് വീതി എടുക്കാം, അതിൽ കുറവ് നമുക്ക് എത്രയും എടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ പല രീതിയിലുള്ള പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട്. അത് പല രീതിയിലുള്ളതായത് എന്താണെന്ന് വെച്ചാൽ ഒരേ രീതിയിലുള്ളത് നമുക്ക് എടുക്കാം. ഇത് പല രീതിയിലായത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് ടൈലുകളൊക്കെ തന്നെ ഒരേ ഉയരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരേ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ മോൾഡോ അല്ലെങ്കിൽ അച്ചോ അങ്ങനെ യാതൊന്നും ആവശ്യമില്ല. ഇതേപോലെ ഒരു സെല്ലോ ടാപ്പ് മാത്രം മതി. ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈലിൻ്റെ അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ ആദ്യം അത് ഇതേപോലെ നല്ലൊരു പ്രതലത്തിൽ ഇതാ ഒരു ഭാഗം ഇതേപോലെ ചുമരോ എന്തെങ്കിലും ഉള്ള ഒരു സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വടി എന്തെങ്കിലും വെച്ചാൽ മതി, പട്ടികറ്റ വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ തിരഞ്ഞെടുത്ത്. അപ്പോൾ അത് ഇതേപോലെ ടൈല് നമുക്ക് ഇതേപോലെ അടുക്കി വെക്കാം, നമ്മൾ കട്ട് ചെയ്ത ടൈല്. അപ്പോൾ അത് നമ്മുടെ ടൈല് നമ്മൾ ഏതെല്ലാം തരമാണ് കളറൊക്കെ ഏത് തരത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡിസൈനൊക്കെ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളത് ആദ്യം ഇതേപോലെ അടുക്കി വെക്കുകയാണ്. ടൈല് നമ്മൾ ഇതേപോലെ അടുക്കി വെച്ചു. ഇത് നമ്മളൊരു നീളം വരുന്നത് ടൈല് ഇതേപോലെ അടുക്കി വെക്കുമ്പോൾ നീളം വരുന്നത് ഒരു 75 സെൻറ്റിമീറ്റർ നമ്മൾ നീളം വരുന്നുണ്ട്. ഇതൊരു 75 സെൻറ്റിമീറ്റർ, അതായത് 80 സെൻറ്റിമീറ്ററൊക്കെ നീളം ഇതേപോലെ നമുക്ക് ടൈലുകൾ അടുക്കി വെക്കുമ്പോൾ കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിൽ ഇത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സെല്ലോ ടൈപ്പ് കൊണ്ട് ഒട്ടിച്ചു. കയ്യിലിളകി പോവാതെ നമുക്ക് ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ായിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു. ഇനി നമുക്കിത് ഇടുന്ന ഇനി നമുക്കിത് മെല്ലെ റൗണ്ടാക്കി എടുക്കാം. വളരെ സാവധാനം വേണം, ഇതേപോലെ നമുക്ക് റൗണ്ടാക്കി എടുക്കാം. അതേപോലെ നമുക്ക് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് റൗണ്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ റൗണ്ടിൽ ഇത് നമ്മൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് റൗണ്ടിൽ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് അതേപോലെ അടിഭാഗമൊക്കെ നമുക്ക് സിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാം ഇനി നമുക്ക്. അപ്പോൾ അത് ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റാണ്. അപ്പോൾ സിമെൻറ്റ് മാത്രം നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇത് സിമെൻറ്റും എംസാൻഡും മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് 4:1 എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് നനയ്ക്കരുത്, ഇത് നനയ്ക്കാതെ ഇതേപോലെ തന്നെ വേണം. ഇത് നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴമ്പ് രൂപത്തിൽ, കുഴമ്പല്ല ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. സിമെൻറ്റ് നമുക്കിത് അതേപോലെ തേച്ച് കൊടുക്കും ഉൾഭാഗത്ത്.
അപ്പോൾ റൗണ്ടിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേ കനത്തിൽ തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് അടിയിലും നമ്മുടെ പേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലുള്ള സിമെൻറ്റ് നമ്മൾ എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞു. അടിഭാഗത്ത് അതേപോലെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നനയ്ക്കാതെ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ മിക്സ് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ മുകളിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബക്ക് ഭാഗം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും ഒരു പാത്രം റൗണ്ട് പാത്രം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകേണ്ടത് മുകൾ ഭാഗത്ത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ബക്ക് ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം എടുത്ത പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻ്റാണ് നമ്മൾ ഇതിൻ്റെ വക്ക് റെഡിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വക്കൊക്കെ നമ്മൾ റെഡിയാക്കി ഉള്ളിൽ മിക്സൊക്കെ തേച്ച് ഇനി ആ മിക്സ് നമുക്കൊന്ന് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിനുക്കിയെടുക്കണം. അപ്പോൾ അത് ഉൾഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തത് അടിപൊളിയായിട്ട് ഉൾഭാഗമൊക്കെ നമ്മൾ മിനുക്കിയെടുത്തു. അടിഭാഗത്ത് നമുക്കൊരു ഹോൾസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു ഹോൾസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ പണിയൊക്കെ പൂർത്തിയായി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെടിച്ചട്ടി 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മളിത് എടുക്കുകയാണ്. ഇത് എടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള സെല്ലോ ടൈപ്പൊക്കെ പൊളിച്ച് ഒഴിവാക്കാം. അപ്പോൾ സെല്ലോ ടേപ്പൊക്കെ നമ്മൾ പൊളിച്ച് ഒഴിവാക്കി. ഇനി നമുക്കിത് 2-3 ദിവസം നമുക്ക് ഇതേപോലെ ഒന്ന് നനച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മുടെ ടൈല് കൊണ്ടുള്ള ചെടിച്ചട്ടി. അപ്പോൾ അതാ നമ്മുടെ ടൈല് കൊണ്ടുള്ള ചെടിച്ചട്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഇതിന് മോൾഡോ അല്ലെങ്കിൽ ഇതിന്
നമുക്ക് അച്ചോ അല്ലെങ്കിൽ ഫ്രെയിമോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടി നിർമ്മിച്ചത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്തു. അപ്പോൾ ആർക്കും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. കുറഞ്ഞ ടൈം, നിമിഷങ്ങൾ മാത്രം മതി. നിമിഷങ്ങൾ എന്ന് തുമ്ലയിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിമിഷങ്ങൾ മതി. കാരണം നമ്മൾ ആ ടൈല് കട്ട് ചെയ്യുന്ന ഒരു പണി മാത്രമേ നമുക്കിതിന് ഒരു പണി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ടൈല് നമുക്ക് ഒരേ വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലാതെ ഇതിപ്പോൾ നമ്മൾ ഒരേ വീതിയിലുള്ള ടൈലുകളൊന്നും അല്ല എടുത്തത്. ആദ്യം നമ്മൾ പറഞ്ഞില്ല, പല വീതിയിലുള്ള, അതായത് നമ്മുടെ വീട്ടിൽ വേസ്റ്റുള്ള ടൈലുകളാണ് നമ്മൾ ഇത് എടുത്തത്. അപ്പോൾ ഇതാ, അപ്പോൾ നമ്മുടെ അടിപൊളി ചെടിച്ചട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് ചെടിച്ചട്ടികളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഈ ചെടിച്ചട്ടി നിർമ്മിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ചെടിച്ചട്ടിയാണ് ഇത്. പിന്നെ ഇതിന് ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന് പെയിന്റ് അടിക്കണ്ട, പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ ഇത് കേടുവരിയതാവും ഒന്നുമില്ല. അതായത് എന്തെങ്കിലും അയക്ക് പിടിച്ചാൽ തന്നെ നമുക്കൊന്ന് കഴുകിയാൽ മതി. അതേപോലെ തന്നെ നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കുക, യാതൊരു പ്രശ്നവുമില്ലാത്ത അടിപൊളി ചെടിച്ചട്ടിയാണ്. ഇതിപ്പോൾ വീട്ടിൽ ടൈൽ ഇല്ലെങ്കിൽ നമുക്കിത് കടകളിൽ നോക്കാം. അതായത് ടൈലിൻ്റെ കടകളിൽ നിന്ന് അവരുടെ വേസ്റ്റ് ടൈലുണ്ടാവും, അതായത് അവരുടെ ബക്ക് പൊട്ടിയ ടൈലുകളൊക്കെ ഉണ്ടാവും. ആ പൊട്ടിയ ടൈലുകളൊക്കെ നമുക്ക് ഇതേപോലെ വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ചെടിച്ചട്ടി നിർമ്മിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.